നമസ്കാരം, എൻ്റെ പേര് ജിഷ എസ് കുമാർ. സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ട്രിവാൻഡ്രം നെടുമങ്ങാട് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ +2 കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഡൗട്ട്സ്, അവർ ഡിഫറെന്റ് സ്ട്രീംസിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പം മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഡൗട്ട്സ്, നമുക്ക് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണ്, ഇത് കഴിഞ്ഞ് നമുക്ക് ഗവൺമെന്റ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം കുട്ടികൾ ചോദിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നാണ്. അതിൽ തന്നെ 4 ഇയർ BHMCT ഡിഗ്രി പ്രോഗ്രാം ആണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പ്രോഗ്രാം. അത് AICT അപ്രൂവൽ, അതായത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവ്ഡും അഫിലിയേറ്റഡ് ബൈ അതാത് യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റഡും ആയിരിക്കും. AICT അപ്രൂവൽ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ ഇൻഫ്രാസ്ട്രക്ചറും ഫാക്കൽറ്റിയും സിലബസും ഇതെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കറണ്ട് ഇൻഡസ്ട്രിയൽ നീഡിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെന്റ് സ്ട്രീംസിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ക്രൂയിസ് ലൈൻ ഷിപ്സിൽ നോക്കാം, എയർലൈൻസിൽ നോക്കാം, റെയിൽവേ, അങ്ങനെ ഇതിലെല്ലാം നമുക്ക് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും. പിന്നെ മെയിൻലി നമുക്ക് പഠിച്ചിറങ്ങിയാൽ സ്റ്റുഡൻസ് എല്ലാം ഫോറിൻ കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാറാണ് പതിവ്. അതിന് നമുക്കിപ്പോൾ മൈഗ്രേഷൻ ആണെങ്കിൽ തന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെന്റ്. അടുത്തത് നമുക്ക് ഗവൺമെന്റ് ജോബ്സ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഏതാ, ടൂറിസം മേഖലയിൽ തന്നെ കുറേ പോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ടൂറിസം മാനേജർ ആയിട്ട് വരുന്നുണ്ട്, പിന്നെ റെയിൽവേയിൽ തന്നെ സോണൽ മാനേജർ, കാറ്ററിംഗ് മാനേജർ ആയിട്ട് വരുന്നുണ്ട്, KTDCയിൽ വരുന്നുണ്ട്, അതായത് KMML, അങ്ങനെ കുറേ കോഴ്സസ് നമുക്ക് അങ്ങനെ തന്നെ ജോബ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലാണ് നമ്മൾ സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ്സും നമുക്ക് കിട്ടുന്നതായിരിക്കും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ BHMCT ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പറഞ്ഞ ഗവൺമെന്റ് ജോബ്സ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 4 വർഷത്തെ ഹോസ്പിറ്റാലിറ്റി ഡിഗ്രി എന്തായാലും ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. ഇനി നമുക്ക് പ്രൈവറ്റ് സെക്ടറിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ പുറത്തും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അത് നമുക്ക് ചിലവർക്കൊക്കെ അത് കിട്ടാറില്ല. അതിന് കാരണം എന്തെന്നറിയോ? കാരണം നമ്മൾ ശരിയായിട്ടുള്ള ഒരു പഠന രീതിയും കോഴ്സും നമ്മൾ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. കരിയർ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ ശരിയായിട്ടുള്ള പഠന രീതിയും കോഴ്സും തിരഞ്ഞെടുക്കൂ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.